ഇവിടെ 2100 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 11 സെന്റ് സ്ഥലത്തിലുള്ള 2 നില വീടാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല, പാലാ കോട്ടയം റൂട്ടില് കിടങ്ങൂരിന് സമീപത്താണ്. ഒത്തിരി എൻക്വയറി വരുന്നൊരു സിറ്റിയാണ് കിടങ്ങൂർ. പക്ഷെ അധികം ബിൽഡേഴ്സ് ഇല്ലാത്ത ഒരു സിറ്റിയും കൂടിയാണ്. ഒത്തിരി വീടുകൾ അങ്ങനെ വിൽക്കാനായിട്ട് പുതിയ വീടുകൾ പണിയുന്നത് കുറവാണ് കിടങ്ങൂർ ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നല്ലൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നു. 11 സെന്റ് സ്ഥലത്തില് വില്ല പ്രോജക്റ്റ് പോലെ തന്നെ നല്ല ഒരു അടിപൊളി വ്യൂ പോയിന്റില് നല്ലൊരു നിരപ്പായിട്ട് കിടക്കുന്ന പ്രദേശത്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നു. ഇപ്പൊ ഓൾറെഡി 2 വീട് താമസമായി, 3ാമത്തെ വീട് വിൽപ്പനയായി, 4ാമത്തെ വീടാണിത്. 4ാമത്തെ വീടെന്ന് അങ്ങനെ നിരയായിട്ട് പറയാൻ പറ്റത്തില്ല, ഓരോ ഏരിയ തിരിച്ചാണ് പണിയുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾക്ക് വേഗം കടന്നു. ഇതാ നല്ല ഒരു അടിപൊളി വീട്, 2 നില വീട്, 2100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2100 സ്ക്വയർ ഫീറ്റ് 11 സെന്റ് സ്ഥലത്തില് ഇതാണ് നല്ലൊരു വീടുകള്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീട് ഓൾറെഡി സെയിൽ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഈ വീട് മാത്രമാണ് കൊടുക്കുവാനായിട്ട് ഈ കോമ്പൗണ്ടിൽ ഉള്ളത്. ഒരു ബിൽഡർ തന്നെ പണിത് കൊടുക്കുന്ന വീടുകളാണ്. പാലാ കോട്ടയം റോഡിൽ കിടങ്ങൂരിന് ടൗണിന് സമീപത്ത് തന്നെയാണ്. ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു 400-500 മീറ്റർ ദൂരം മാത്രം പോയി കഴിഞ്ഞാൽ ഈ ഗംഭീര വീട് ഇവിടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതാണ് കാർ പോർച്ച്. നല്ല ഗംഭീരമായ ഒരു കാർ പോർച്ച് ഉണ്ട്. കാർ കയറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. 2120 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു വീടിന്റെ ഫ്രണ്ട് എലവേഷൻ കാണാം. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു എലവേഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് കിണർ ഒരിക്കലും പറ്റാത്ത കിണർ, വെള്ളം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ. ചുറ്റുവട്ടം നമുക്ക് കാണാം. ചുറ്റുവട്ടത്ത് നല്ല ഒരു ചിപ്സ് കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല ഒരു മതിലൊക്കെ കെട്ടി നമ്മുടെ ബൗണ്ടറി വാള് കറക്റ്റായിട്ട് തിരിച്ച് അവിടെ നല്ല തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. മേടിക്കുന്നവർക്ക് ഇനി തെങ്ങൊന്നും മേടിച്ച് വെക്കണ്ട, തെങ്ങായിക്കൊക്കെ എന്താ വില. അപ്പോൾ നമുക്ക് തെങ്ങൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വളവൊക്കെ ഇട്ടൊന്ന് കയറ്റിക്കൊണ്ടുവന്ന 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ്. റംബൂട്ടാനുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെയൊക്കെയുള്ള പലതിനും സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ 2 നില വീട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല മുറ്റം കിട്ടുമെന്നുള്ളത്. കാരണം ഒറ്റ നില വീട് 11 സെന്റ് സാറിന് ചെയ്യാറുള്ളതാണ്. 2100 സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയാകുമ്പോൾ കിട്ടുന്നതിന്റെ പകുതി ഏരിയയെ 2 നിലയ്ക്ക് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അത്രയും മുറ്റം നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാൻ നല്ല ഒരു കോമ്പൗണ്ട് വാള്, നല്ല മുറ്റം, ഒരു കാറൊക്കെ എത്ര വണ്ടികൾ വന്നാലും ഒരു 10 വണ്ടിയോളം കയറ്റിയിടാനായിട്ടുള്ള മുറ്റമുണ്ട്. വീട്ടിൽ എന്തെങ്കിലും കല്യാണമോ പോലെയുള്ള ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പന്തലിടാനൊക്കെ ആയിട്ടുള്ള മുറ്റമുണ്ട്. നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ നല്ല ഒരു ഡിസൈനുള്ള നല്ല വീതിയുള്ള ഒരു വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നതും പല ആൾക്കാരും വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വിൻഡോയ്ക്ക് വീതിയൊക്കെ ഉള്ള നല്ല ഒരു പുതിയ മോഡലിലുള്ള വിൻഡോ ഉണ്ടോ എന്ന്, വിൻഡോ വെച്ച വീടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓരോ കൺസെപ്റ്റുകൾ വീടുകളുടെ കാര്യത്തിൽ മാറി വരും. ഇതാണ്ട് നല്ല ഒരു ഡിസൈൻ വർക്കുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ മോഡലായിട്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള നല്ല ഇന്റീരിയർ വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു സ്വീകരണ മുറി. TV യൂണിറ്റ് ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നിടത്ത് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പാർട്ടീഷൻ വർക്ക് എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഇലക്ട്രിക് ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകൾ എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ്. ഇവിടെ 2 ബെഡ്റൂമും ഒരു കിച്ചണുമാണ് ഈ താഴത്തെ നിലയിലുള്ളത്. സിറ്റ് ഔട്ട്, സ്വീകരണമുറി, ഡൈനിങ് ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ, 2 ബെഡ്റൂം അറ്റാച്ച്ഡ്. അതാണ് ഒരു നിലയുടെ താഴത്തെ നിലയിലുള്ളത്. നമുക്ക് ആദ്യം തന്നെ കിച്ചണിലേക്ക് ഒന്ന് കയറാം. അതിമനോഹരവും ഗംഭീരവുമായിട്ടുള്ള ഓപ്പൺ കിച്ചണാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല ഒരു ഓപ്പൺ കിച്ചൺ, കബോർഡുകളാൽ അലങ്കൃതമായ നല്ലൊരു ഓപ്പൺ കിച്ചൺ. ഇവിടെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും വർക്ക് ഏരിയയിലും വരെയും ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. നമ്മൾ പുറത്തൂടെ നടന്ന് കണ്ട് പോകുന്നതിനാൽ ഇനിയിപ്പം കൂടുതലൊന്നും കാണാനില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീന്റെ പോയിന്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം വയ്ക്കുവാനായിട്ടുള്ള നല്ല മനോഹരമായ കിച്ചണാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ഇറങ്ങി. ഞാൻ ഇച്ചിരി വേഗത കൂട്ടുവാണ് വീഡിയോ എടുക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മഴയാണ് പുറത്ത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. കറണ്ട് വെട്ടത്തിൽ എടുക്കുമ്പോൾ ഒന്നും കൂടി ക്യൂട്ടാണ് വീടിന്റെ വീഡിയോസ് എന്ന് നമ്മുടെ തന്നെ വീഡിയോസ് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ശകലം വേഗത കൂട്ടി അങ്ങ് ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തീർത്തെടുക്കാം. നമുക്ക് മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്ത് കവർ ചെയ്ത് പോകാൻ പറ്റും. ആദ്യത്തെ ബെഡ്റൂമാണ്. AC യുടെ പോയിന്റ് ഉണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ്. ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ടോയ്ലറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുക. നല്ല ടൈല് വർക്കുകൾ, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ടൈല് വർക്കുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ, പ്ലംബിംഗ് ഐറ്റംസ് എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുക. നമ്മൾ ഇവിടെ ഇതാണ് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. സ്റ്റെയർ കേസിന് സമീപത്ത് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും AC യുടെ പോയിന്റ്, അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന്, അതുപോലെ തന്നെ കിച്ചണിൽ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന്. എല്ലാ ബെഡ്റൂമിലും ഒരു ഫാൻസി ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, മാസ്റ്റർ സ്വിച്ച്. നമുക്ക് പുറത്തൊക്കെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ, രാത്രി സൗണ്ട് കേട്ടാൽ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പുറത്തെ മുഴുവൻ ലൈറ്റുകളും ഒരുമിച്ച് കത്താവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കള്ളന്മാരുടെ ശല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് മാസ്റ്റർ സ്വിച്ച് സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ. നല്ല ഭംഗിയുള്ള ഒരു കബോർഡ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാം. ഈ കബോർഡ് വർക്കുകൾ കാണുമ്പോൾ ഇത് എന്താണെന്ന് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. അതുകൊണ്ടാണെന്ന് തുറന്ന് കാണിക്കാം എന്ന് വിചാരിച്ചത്. മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ല അടിപൊളി കബോർഡ് വർക്കുകളാണ്. ഒരു എൽ ഷേപ്പ് വെച്ചിട്ടൊരു കബോർഡ് വർക്കുകൾ. അതിന്റെ ആ പുറമേ നിന്നുള്ള ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഭിത്തിയിൽ എന്തെങ്കിലും കളർ കൊടുത്തിരിക്കുന്നതാണോ, ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. അത്രയ്ക്കാണ് കബോർഡ് വർക്കുകളുടെ ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഫൈബറിന്റെ ഡോറാണ് ടോയ്ലറ്റിൽ കൊടുത്തിരിക്കുക. ഈ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ഇൻവെർട്ടറിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജനറേറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പോയിന്റ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ജനറേറ്റർ വീടുകളുടെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ അതിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടുന്ന് കിടങ്ങൂർ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 400 മീറ്റർ ദൂരം എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കൃത്യം മീറ്റർ സീറോയിലിട്ട് നോക്കിയില്ല, എങ്കിലും ദൂരം എൻ്റെ മനസ്സിലൊരു കണക്കൂട്ടലനുസരിച്ച് ഒരു 400 മീറ്റർ ദൂരമാണ്. മാത്രമല്ല കിടങ്ങൂർ ടൗണില് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അമ്പലമുണ്ട്, പള്ളിയുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകള്, ബാങ്കുകള്. ബാങ്കുകൾ ഒരു ബാങ്കല്ല, പല ബാങ്കുകളുണ്ട്, പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പ്, കോൾഡ് സ്റ്റോറേജുകള്, ഹോസ്പിറ്റൽ അത്യാവശ്യം പേരുള്ള ഹോസ്പിറ്റൽ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള എല്ലാം കിടങ്ങൂർ ടൗണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കിടങ്ങൂരിൽ ലിറ്റിൽ ഡൂർദ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് മുതലേ, എൻ്റെ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ
ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ഒരു 3 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം കാണത്തില്ല. അപ്പോൾ മെഡിസിറ്റി ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മുത്തോലി ബ്രില്യന്റ് കോളേജ്, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ്. അതുപോലെ തന്നെ കിടങ്ങൂര് നല്ല സ്കൂളുകളുണ്ട് ഒത്തിരി. കിടങ്ങൂര് എന്താ പറയുക, മംഗളാരം സ്കൂള് എന്ന് പറയുന്ന സ്കൂളുണ്ട്. അതുപോലെ മംഗളാരം ഏരിയ, അവിടുത്തെ സ്കൂളിന്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ ഒരു സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഏറ്റുമാനൂര് മേരി മൗണ്ട് സ്കൂള്, അതുപോലെ തന്നെ SFS, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എബനേസർ, അതുപോലെ തന്നെ പാലായുടെ സ്കൂൾ ബസ്സുകൾ, പാല, ചാവറ, കാർമല്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്കൂളുകളുടെ ബസ്സുകൾ ഇതുവഴി വരുന്നതാണ്. അപ്പോൾ സ്കൂൾ സൗകര്യങ്ങള്, ആശുപത്രികള്, ആരാധനാലയങ്ങള്, അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട്. ബസ് റോഡ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റുമാനൂർ ടൗണിലേക്ക് പോകാൻ ഒരു 4-5 കിലോമീറ്ററിൽ കൂടുതൽ കാണത്തില്ല. അതുപോലെ തന്നെ പാലായിലേക്ക് വരുവാണെങ്കിൽ 8-9 കിലോമീറ്റർ ആയിരിക്കും പാലായിലേക്കുള്ള ദൂരം. ഈ കിടങ്ങൂരിന്റെ ഒരു സൗകര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിടങ്ങൂര് പാലാ, കോട്ടയം പോകാൻ സൗകര്യമാണ്. കുറവലങ്ങാട് വഴി അല്ലെങ്കിൽ രാമപുരം വഴി, ഒഴുവൂര് വഴിയൊക്കെ നമുക്ക് എറണാകുളം പോകാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് മണർകാട്, അയർകുന്നം, പുതുപ്പള്ളി, അങ്ങനെയൊക്കെയുള്ള ആ മേഖലകളിലേക്ക് പോകാനായിട്ട് എല്ലാത്തിൻ്റെയും സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് കിടങ്ങൂര് എന്ന് പറയുന്നത്. ഏറ്റുമാനൂരിന്റെയും പാലായുടെയും മണർകാടിന്റെയും കുറവലങ്ങാടിന്റെയും രാമപുരത്തിന്റെയും ഒക്കെ എല്ലായിടത്തോട്ടും പോകാനായിട്ടുള്ള ആക്സസ് ഉള്ള എല്ലാ ടൗണുകളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അങ്ങനെ ആ സിറ്റിയിൽ തന്നെ നിങ്ങൾക്കൊരു വീട് മേടിക്കുകയാണെങ്കിൽ, ഏത് സ്ഥലത്തേക്ക് ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് പോകണം എന്ന് പറഞ്ഞാലും ഒരു പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന നല്ല വീതിയുള്ള റോഡ് ആണ് കിടങ്ങൂര് ഉള്ളത്. അങ്ങനെ നമ്മൾ വന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം കണ്ടു, അറ്റാച്ച്ഡ് ആണ്. ഇത് ഒരു ഓപ്പൺ ബാൽക്കണിയാണ്, വീടിന്റെ ഫ്രണ്ടിലുള്ള ഓപ്പൺ ബാൽക്കണി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീടിന്റെ സ്ഥലവും കാണണമെന്ന് ആഗ്രഹമുള്ളവർ വിളിക്കൂ. ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഓൾറെഡി ഫെഡറൽ ബാങ്കിന്റെ ലീഗൽ കഴിഞ്ഞ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ലോൺ സൗകര്യങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ സ്ഥലവും കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ടുമോറോ.